കഠിനാധ്വാനം ചെയ്ത് MBBS പഠിക്കണത് എന്തിനാ? ജോലി കിട്ടുന്നെരുതിയിട്ട്. ജോലി കിട്ടിയാൽ ജീവിതം സുരക്ഷിതമാകും. ഈ ഒരു കൊതിപ്പിക്കലില്ലെങ്കിൽ ആരാ നേരം വെളുക്കോളം ഫയൽ ചെയ്ത് കഠിനമായി അധ്വാനിച്ച് ഉറക്കൊഴിച്ച് പഠിച്ച് ഡോക്ടറാവാൻ ശ്രമിക്കുക? എന്നിട്ട് ഇസ്ലാം കോപ്പയാണെന്ന് മലപ്പുറത്ത് വന്നിട്ട് ഭയങ്കരമായിട്ട് സമ്മേളനം നടത്തുക. മലപ്പുറം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എന്താണ് തലകുത്തി മറിക്കേണ്ടതാണെന്നാണല്ലോ കുറേ ആളുകളുടെ ഒക്കെ വിചാരം. ഏതെങ്കിലും ഒരു മുസ്ലിം തിരുനാവായയിൽ നടക്കുന്ന കുംഭമേള എതിർത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലേ. ഗവൺമെന്റ് ചില രീതികൾ അവിടെ ശരിയല്ലാന്ന് തോന്നിയിട്ട് അതിന് ചില ബാൻ നടത്തി എന്നുള്ളത് ശരിയാണ്. അത് ഗവൺമെന്റ് മുസ്ലിമാ? അല്ലെങ്കിൽ മുസ്ലിങ്ങളാരും ഭരിക്കണതെങ്കിൽ പോലും നമ്മുടെ നിയമം അനുസരിച്ച് അങ്ങനെ ഒരു തീരുമാനം ഗവൺമെന്റ് എടുക്കണ്ടേ? അത് ഏത് ടീമിനെതിരെയും എടുക്കണ്ടേ? അത് പരിഹരിച്ചു, അതോടുകൂടെ സമ്മതം കൊടുത്തു. അപ്പൊ എന്താ പറഞ്ഞുണ്ടാക്കിയത് കുറെ ആളുകൾ? എന്തേ മലപ്പുറത്ത് നടത്തൂല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നടന്നില്ലേ? ആരാ മലപ്പുറത്ത് നടത്തൂല എന്ന് പറഞ്ഞത്? ഇന്ന് 5 മണിക്ക് പോലും അടുത്ത ക്ഷേത്രത്തിൽ നിന്ന് ആ രാവിലെയുള്ള സുപ്രഭാതം പാട്ട് കേട്ടിട്ടുണ്ട് ഞാൻ. മലപ്പുറത്താന്ന് കരുതിയിട്ട് അതിനൊക്കെ ആരെങ്കിലും മൈക്ക് പറിച്ചിട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത്രമേൽ സൗഹൃദം വേറെ ഏത് നാട്ടിലുണ്ട്? അതുകൊണ്ടല്ലേ ഈ BJPയുടെ നേതാവാകുന്ന ആ ഒരു സ്ത്രീ തന്നെ പറഞ്ഞത്, കുംഭമേള തുടങ്ങിയപ്പോൾ ഇങ്ങനൊന്നുമല്ല വിചാരിച്ചത്. അപ്പം നാട്ടുകാർ ഭയങ്കര സഹായം, നിങ്ങൾക്ക് ഞങ്ങളുടെ ഭക്ഷണം പറ്റുമോ എന്ന് ചോദിച്ചിട്ട് കൊണ്ടുവന്ന് തരാണ് എന്നാണ് അവർ പറയണത്. ഇതാണ് മലപ്പുറം. ഇതാണ് ഒറിജിനൽ മലപ്പുറം സ്റ്റോറി. ഇതാണ് ഒറിജിനൽ കേരള സ്റ്റോറി. കേരള സ്റ്റോറിയുടെ 2ാം ഘട്ടം വരികയാണല്ലോ. 35,000 പെൺകുട്ടികളെ അടിച്ചു മാറ്റിയിട്ട് ഇസ്ലാമിലേക്ക് ചേർത്ത് അവരെ സിറിയയിൽ കൊണ്ടുപോയി എന്നാണ് പറയാൻ പോണത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ, വിദ്വേഷം വമിപ്പിച്ചുകൊണ്ടിരിക്കെ, എന്താ മലപ്പുറം ഉത്തരേന്ത്യയിൽ നിന്നും കാശ്മീരിൽ നിന്നും വന്ന അഘോരികൾക്കൊക്കെ മനസ്സിലായി എന്നല്ലാതെ എന്താ അതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടായേ? അവിടെ സർവത്തം കച്ചവടം വിറ്റു മലപ്പുറത്തെ കുറെ ആൾക്കാർ. അവിടെ ജിലേബിട്ടായി ഉണ്ടാക്കി വിൽക്കാൻ ശ്രമിച്ചു മലപ്പുറത്തെ കുറെ ആൾക്കാർ. അതല്ലാതെ എന്ത് നഷ്ടം ഉണ്ടായിന്ന്? എടുത്തുചാട്ടം തന്നെ എല്ലാവരും ശീലമാക്കുന്ന ഈ കാലത്ത് നമ്മൾ ക്ഷമയെക്കുറിച്ച്, സഹനത്തെക്കുറിച്ച് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കണം. മനുഷ്യമാംസം തിന്നുന്നവരാണെന്നാണ് അഘോരികളെ കുറിച്ച് പറയുന്നത്. അങ്ങനെ കുറേ റിപ്പോർട്ടുകളുണ്ട്. അവർ തന്നെ അത് സമ്മതിക്കുന്നുണ്ട്. അല്ലാഹു അലം, നമുക്കതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവർ ഈ വാരി ശരീരത്തിലാകിടുന്നത് ഈ ചതയിലെ ഭസ്മാണെന്നാണ്. നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് അവരുടെ ആചാരത്തിൻ്റെയും അവരുടെ പ്രത്യേകമായ വിശ്വാസത്തിൻ്റെയും കർമ്മത്തിൻ്റെയും ഭാഗമാണെങ്കിൽ മറ്റൊരാൾക്ക് ശല്യമില്ലാത്ത കാലത്തോളം അത് തുടർന്നോട്ടെ. അവരുടെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കുന്നതും ഒരു സംസ്കാരമാണ്. പക്ഷേ ബീഫ് തിന്നു എന്ന് പറഞ്ഞുമ്പോഴത്ത് തല്ലുകൊല്ലുന്ന ആളുകൾ മനുഷ്യമാംസം തിന്നുക എന്ന് പറയുന്നവരുടെ മുന്നിൽ ആദരപൂർവ്വം നിൽക്കുന്നതിൻ്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് പലരും. മുസ്ലിം ആകട്ടെ, ഹൈന്ദവനാവട്ടെ, ക്രൈസ്തവനാവട്ടെ, ആരും അത്തരം പ്രകോപനങ്ങളിൽ വശംവദരാവരുതെന്നും എല്ലാ സൗഹാർദ്ദത്തോടെയും സ്നേഹത്തോടെയും ക്ഷമാപൂർവം വിട്ടുവീഴ്ച ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അതാണ് ക്ഷമയുടെ ഏറ്റവും നല്ല മൂല്യമെന്നും നമ്മളെല്ലാവരും ഒന്നിച്ചു മനസ്സിലാക്കണം. സ്വർഗമാകുന്ന വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യത്തിനും ക്ഷമയാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. സൂറത്തുർ റഅദിന്റെ 24-ാമത്തെ വാക്യം, സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സർവരക്ഷയും. കേറിക്കോളൂ സന്തോഷത്തോടു കൂടെ സ്വർഗത്തിലേക്ക്. എന്തേ കാര്യം? ബിമാ സബർതും, നിങ്ങൾ സഹനം ശീലിച്ചവരാണ്, നിങ്ങൾ ക്ഷമ കൈക്കൊണ്ടവരാണ്. ക്ഷമിച്ച് സഹനം നടത്തി ഇബാദത്തുകളിൽ പൂർണ്ണത വരിച്ച് നല്ല വിശ്വാസം വെച്ച് പുലർത്തി ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവരായി അല്ലാഹു നമ്മയൊക്കെയും സ്വീകരിക്കുമാറാവട്ടെ.